ഹലോ ദിശ. പേഷ്യന്റെ പേര് സാം ക്രിസ്ത്യൻ, 28 year old, ദുബായിൽ നിന്ന് തിരിച്ചു വന്നതാണ്. മാർച്ച് 18. ഫ്ലൈറ്റ് നമ്പർ എയർ ഇന്ത്യ 340. ഇന്ന് രാവിലെ മുതൽ സിംറ്റമാറ്റിക് ആണ്. മെഡിക്കൽ കോളേജിലേക്ക് 108 റെഫർ ചെയ്യുന്നു. $28-year-old male, ട്രാവൽ ഹിസ്റ്ററി ഉണ്ട്. URI symptoms for 2 days. ആൾപ്പോൾ സ്റ്റേബിൾ ആണ്. സ്വാബ് എടുത്ത് അഡ്മിറ്റ് ചെയ്തു. ഏജൻസിന് വിട്ട 12 കാര്യം ഒരെണ്ണം പോസിറ്റീവാണ്. ഹലോ ഹരിശേട്ടാ, നിങ്ങൾ എത്തിയോ? ആടാ വന്നിട്ടേ ഉള്ളൂ. നാട്ടുകേസായിട്ടുണ്ട് കേട്ടോ നാട്ടില്. എന്ത് പറയാനോ, നമ്മള് നിന്നൊന്നല്ല തുടങ്ങിയല്ലോ മീൻപിടുത്തോ. ആ മനാഫിനെ പറഞ്ഞാൽ ഓരോ ചെങ്ങന്മാരെയും കൂട്ടി വരുന്നു. നിങ്ങള് ശനിയാഴ്ച മാച്ചിന് ഉണ്ടാവൂല? ഇല്ല, ഇവിടെ ഇപ്പൊ എത്ര സമയം ഐഡിയ ഇല്ല. നിക്കന്നെ സെറ്റപ്പ് ഒന്നും കുഴപ്പമില്ല. ഒരാൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാം. അടിപൊളി. അവിടെ AC ഒക്കെ ഉണ്ടോ? AC ഇല്ല, ഒരു ഫാനുണ്ട്. ഓ AC ഉറങ്ങും. ബാത്റൂമോ? ആ യൂറോപ്പിനാ. വല്ലാണ്ട് അങ്ങ് തള്ളല്ലേ, സൂക്കേടായിട്ട് പോയതല്ലേ? പോടാ ഇതൊന്നും എന്നെ പോലത്തെ ലോക്കൽസ് കയറുന്ന സൂക്കേടല്ല. നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ആൾക്കാർക്ക് വരുന്ന. ഇവിടെ മിനിമം ഒരു വിമാനത്തിൽ കയറാനുള്ള യോഗ്യതെങ്കിലും വേണം. ഇത് മീൻ പിടിക്കാൻ പോയിട്ട് പിടിച്ചെന്ന് നാടുകൂടെ പറഞ്ഞ് നടക്കണ്ട. ആ ഏതോ ഒരു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടി പറഞ്ഞാൽ മതി. ഇയൊക്കെയല്ല ആള്. അല്ല അപ്പുറത്ത് ആരും ഉണ്ടോ? അപ്പുറത്തോ? ഞാൻ ഇവിടെ ഫ്ലാറ്റ് എടുത്തതല്ല, അയൽവാസികൾ അന്വേഷിച്ച് പോയാൽ. ഇവിടെ നമ്മളെ പാടെ ഇവിടെ കഴിഞ്ഞാൽ മതി. എനിക്കല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരായിട്ട് സിംഗാ പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കൽ കേസാണ്. എന്തിനാ അത്? ഹരിയേട്ടാ, ഒരു എമർജൻസി കോൾ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ശരി ഓക്കെ. അപ്പുറത്താര അന്വേഷിക്കില്ല എൻ്റെ പണി. അപ്പുറത്താരാ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ പേരെന്താണ്? പേരേ സാം. സാം. എവിടെയാ സ്ഥലം? ദുബായാണ്. നാട്ടിൽ പൂനൂർ. നിങ്ങൾ ദുബായിക്കാർ പണ്ട് സെൻറ്റ് ബിസ്ക്കറ്റ് കൊണ്ടുവരുമ്പോൾ അല്ല ഇപ്പോൾ ഈ രോഗമാണ് പെട്ടിയിലായി കൊണ്ടുവരുന്നത്. തമാശ കേട്ടോ. പണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് തിന്നതല്ലേ. നിങ്ങൾ ഭയങ്കര സീരിയസ് ആണല്ലോന്ന്. പിന്നെ ഇങ്ങനെ സീരിയസ് ആയാലേ ICU കൊണ്ടിടും. അറിയില്ലേ, സീരിയസ് ആയാലും ICU കൊണ്ടിടുക. തമാശ കേട്ടോ. ശരി. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലാരും ഇല്ല. ആരുമില്ല? എന്ത് വീട്? വീട്ടിലുള്ള തന്നെയാണല്ലോ ഇവിടെ പിടിച്ചിട്ടത്. അപ്പം ആരുമില്ല. അല്ല, ഭാര്യയും കുട്ടികളൊന്നുമില്ല? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തിനാണ് വേറെ ഐസൊലേഷൻ? ഭാര്യയില്ല, കുട്ടികളും ഇല്ല, വീട്ടിൽ തന്നെ ഉത്തരഞ്ഞാൽ പോരെ? അല്ല, നിങ്ങളിവിടെ എങ്ങനെ എത്തി? ഞങ്ങൾക്കേ നാട്ടിലൊരു ടീമുണ്ട് ഈ മീനൊക്കെ പിടിക്കാൻ പോണേ. അപ്പം അതിലൊരു നമ്മളെ ഫ്രണ്ടുണ്ട് മനാഫ്. ഈ ചങ്ങാതിൻ്റെ കൂടെ പുതിയ 2 ആൾക്കാർ വന്ന്. ഞാൻ പുതിയ ആൾക്കാരിൽ എത്തിയിട്ട് മീൻപിടുത്തത്തിൻ്റെ ആ നാക്കൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഓരോടെ വലിയ മെയിനായി.
പിന്നെ അറിഞ്ഞതേ ഈ 2 ചങ്ങായിമാർ ക്വാറന്റൈനിൽ ചാടിയിരുന്നു. ആ പെട്ടില്ലേ. അങ്ങനെ അന്ന് മീൻ പിടിച്ച 4 ആൾക്കാരെ ഐസൊലേഷനിലാക്കി. അതിലൊരാളാണ് ഞാൻ. നന്നായി. നിങ്ങൾക്ക് മീൻ പിടിക്കാറിയോ? ഇല്ല. ആ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാട്ടെ. നമ്മൾ രണ്ടാം കൂടെ വയലിൽ പോയി കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് പൊരിച്ചെടുത്തിട്ട് അങ്ങനെ കുരുമുളക് ഇട്ടൊരു മൊരിച്ചങ്ങോട്ട് എടുക്കാം. അടിപൊളിയാ. അടിക്കുമോ? ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ എന്ത് നെഗറ്റീവാന്ന്? വെറുതെ അല്ല ഭാര്യ മക്കളെ ഇട്ടേച്ച് പോയത്. എന്ത് നോക്കി നിൽക്കുക? അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. കൊള്ളാമല്ലോ. കുപ്പിയൊക്കെ നല്ല മാസ്ക് ഒക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് സാറേ ഞാനേ ഇതെപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതാ ഞാൻ എപ്പോഴും വേണ്ട. റൂമിൽ ആര് കയറുമ്പോഴും മാസ്ക് മുഖത്തുണ്ടാവണം കേട്ടോ. ഹരീഷ് ചന്ദ്ര. സാറേ ഹരീഷ് ചന്ദ്രൻ. ഏത് ചന്ദ്രനായാലും മാസ്ക് മുഖത്തുണ്ടാവണം. ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ബാത്റൂമിൽ സാറേ ഫ്രഷ് അടിയുന്നില്ല. 2 അമർത്തലാണ് മാത്രം. അതെ, പ്ലംബറല്ല ഡോക്ടർ. അതാ അറിയാം. ശരീരത്തിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയും. അതെ ഇവിടെ ഈ ലിവറിൻ്റെ ഭാഗമായിട്ടേ ഇത് കടിച്ചു പറയാ. ലിവർ ഇപ്പുറത്തല്ലേ? ഇവിടെയോ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും അവിടെ സ്പ്ലീന്. എന്നാൽ അതിനാന്ന് തോന്നുന്നു ഇത് ഈ കടിച്ചു പറയൊക്കെ. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരു 10 കൊല്ലം ഉണ്ടാവും. എത്രയെന്ന് പറഞ്ഞ്? 10 കൊല്ലം അല്ലേ? ആ. എന്നിട്ട് കോവിഡ് പിടിച്ച് ഐസൊലേഷനിൽ വരാൻ കാത്തുന്നതാണ് ഇപ്പോൾ പറയാൻ. അപ്പോൾ പറഞ്ഞാൽ ഇതുണ്ടോ സാർ? ഇതുണ്ടോ? ഇല്ലാണ്ടൊക്കെയാണ്. ഇല്ലല്ലോ. ഒന്നുമില്ല. ആ ഒന്ന് കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങി എന്നിട്ട് വേണം പോയി മീൻ പിടിക്കാൻ. അങ്ങനെയൊന്നുമില്ല. അപ്പം മരുന്നൊക്കെ കഴിച്ച് സമാധാനത്തിൽ അവിടെ ഇരിക്കുക. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. ഓക്കെ. ആ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ രാവിലെ വിളിച്ച നമ്പറില്ലേ അത് സേവ് ചെയ്ത് വെച്ചോ. അതിൽ വിളിച്ചോ കേട്ടോ. സാറേ ഞാൻ നാളെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ ഒരു മോക്കൊരു വിമാനം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അതിൻ്റെ അവസാനത്തെ മിനിക്കോണിക്ക് കുറച്ച് പെയിൻറ്റ് വേണ്ടി, ആ നീല പെയിൻറ്റ് ഒക്കെ. ഓഹോ, അപ്പോൾ അത് കിട്ടിയാൽ വേറെ നോക്കാൻ പറ്റും കേട്ടോ. ഞാൻ നമ്പറിൽ വിളിക്കണ്ടല്ലോ? വേണ്ട, ഇനി വിളിയൊന്നും വേണ്ട. ഓ ശരി, താങ്ക്സ്. അപ്പം അതൊക്കെ ഓക്കെ. ആ ചെങ്ങായിക്ക് ബോറടിച്ചിട്ടുണ്ടാവും. പോയാ? ഇല്ല. ആ ഇവിടെ സ്വന്തമാ വന്നതേ. ആര്? ഡോക്ടറാ? ആ മൂപ്പര് രാവിലെ വിളിച്ചിട്ട് ഭയങ്കര മോട്ടിവേഷനൊക്കെ. മുമ്പൊക്കെ മോട്ടിവേഷൻ വന്നിക്കണ്. ഞാൻ പറഞ്ഞ് മോട്ടിവേഷനൊക്കെ അവിടെ കട്ടെ, ഇവിടുത്തെ സർവീസൊക്കെ ഒന്ന് ഉസാറാക്കണം എന്ന്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒരു പുഴമീൻ പൊരിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റാക്കാറുണ്ട്. മൂപ്പര് നിങ്ങളെ ആക്കിയായിരിക്കും. നിങ്ങളുടെ ഈ പുഴമീൻ്റെ കഥ ഇനി നാട്ടിലറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇതേ ഞങ്ങൾ ചങ്ങായിമാർക്ക് അല്ലാണ്ട് ആർക്കും അറിയില്ലായിരുന്നു. അന്ന് മനാഫ് കൂട്ടി വന്ന 2 ഒരാൾക്ക് പനിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ദിശയിലേക്ക് വിളിച്ച്. പിന്നെ വീട്ടിൽ പോയിട്ടില്ല. എനിക്ക് വീട്ടിൽ 3 വയസ്സുള്ളൊരു മോളുണ്ട്. പിന്നെ ക്യാൻസർ പിടിച്ചിട്ട് കീമോ ചെയ്യുന്നൊരു അമ്മയും. വെറുതെ ഓരോ സ്വീപ്പാക്കണ്ടല്ലോ വിചാരിച്ച്. നമുക്ക് എഴുന്നേരം കിട്ടിയിട്ട് ഐറ്റം കൊടുക്കണ്ടല്ലോ. ഞാനിത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇതാരും അറിയില്ലേനി. അങ്ങനെ ഒളിച്ചേക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ നമ്മളെ കൊണ്ട് എന്തിനാ വേറെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് അല്ലേ? മോക്ക് വിമാനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ എന്തായാലും
വാങ്ങൽ നടക്കില്ല. എൻ്റെ അടുത്ത് അതിൻ്റെ കുറച്ച് സാധനമൊക്കെ ഉണ്ട്, ഞാൻ അവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇക്കുമത്തെ പണിയൊക്കെ അത്യാവശ്യം അറിയാം. ഇവിടെ പിന്നെ വേറൊന്നും ചെയ്യാനും ഇല്ലല്ലോ. ഞാനേ എന്നാൽ ആ വിമാനത്തിൻ്റെ പരിപാടിയൊക്കെ നോക്കട്ടെ. ഐസൊലേഷനിൽ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു. ആദ്യമൊക്കെ ഹരീഷിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് കൂട്ടായി. പണ്ടത്തെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ലൈഫ് കുറച്ചുകൂടി ഒന്ന് ഉഷാറാണ്. അങ്ങനെ ഇരിക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്തിനെ കൂടി എനിക്ക് ഐസൊലേഷനിൽ നിന്നും കിട്ടി, ഡോക്ടർ. ഹരീഷ്, ഹരീഷേ, ഇതെന്തേ കാണിക്കുന്നത്? ഈ വയ്യാത്ത നേരത്താണോ കാണിച്ചു കൂട്ടുന്നത്? നല്ല ചുമ. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഡോക്ടർജി, ഡോക്ടർ പേഷ്യന്റ് വെച്ച് ബാഡാണ്. എത്ര നേരം പിന്നെ ചെയ്യാന്നേ? ഇതെന്താ ഇപ്പൊ കഴിഞ്ഞില്ല, പിന്നെ നിൽക്കാൻ കഴിയില്ല. അതാ ഡോക്ടർജി 85 ഉള്ളൂ. ഇന്ന വേഗം ഐസിലേക്ക് മാറ്റിക്കോ. ഹരീഷ് എങ്ങോട്ട് കയറിയിരുന്നേ? ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. മോളോട് പറഞ്ഞു പിന്നെ ചെയ്യാം. അതൊക്കെ നമുക്ക് ശരിയാക്കാട്ടോ. ഞാൻ മറ്റേ ഡോക്ടർക്ക് എന്റെ വീടിന്റെ നമ്പർ ശരിയാക്കാൻ പേടിക്കണ്ട, ശരിയാക്കാൻ നിർത്തണ്ട. മോക്കാ വിമാനം എത്തിച്ചു കൊടുക്കണേ. ഇല്ല സങ്കടം. ഹലോ 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 ഡോക്ടറെ, ഞാൻ സാമാണ്. ഡോക്ടറെ, ഹരീഷിനെ ഇന്ന് രാവിലെ തൊട്ടേ വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പൊ പുള്ളിനെ ഫോണും ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്നുമില്ല. അതെന്താ വെച്ചാല് ഇത്തിരി അസുഖം കൂടിയ അപ്പൊ ഐസിയിലൊക്കെ കിട്ടിയല്ലേ, പെട്ടെന്ന് സൂപ്പർ ഡയബറ്റിക് കൂടി ആയതുകൊണ്ടേ. അല്ല ഡോക്ടറെ, അപ്പൊ ഡോക്ടറെ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കാൻ എന്തെങ്കിലും? അല്ല, അതെന്താണെന്നറിയോ, നമ്മളിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാറന്റൈനിലല്ലേ, അപ്പം അവിടെ നോക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചിരുന്നു, അവരെല്ലാം കാര്യമായി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഡോക്ടറെ, ആ ശരി ഡോക്ടർ, ഓക്കെ ശരി. അതോടെ എൻ്റെ ലൈഫിലെ സന്തോഷം അവസാനിച്ചു, എന്നത്തെയും പോലെ. ഇന്ന് ഏപ്രിൽ 11, ഞാൻ ഡിസ്ചാർജ് ആകുന്ന ദിവസം. എൻ്റെ രോഗത്തെയും വൈറസിനെയും ഞാനിന്നിവിടെ ഉപേക്ഷിക്കുന്നു, കൂടെ എൻ്റെ 2 ഫ്രണ്ട്സിനെയും. ഒന്ന് എൻ്റെ രോഗം മാറാൻ എന്നെ സഹായിച്ച എൻ്റെ ഡോക്ടർ, മറ്റേത് ഹരീഷ്. രണ്ടുപേരും ഇന്നെവിടെയാണെന്ന് എനിക്കറിയില്ല. ഹരീഷിനെ വിളിക്കാനോ അയാളെപ്പറ്റി അന്വേഷിക്കാനോ ഉള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ
ഞാൻ അയാളുടെ മരണവാർത്തയാണ് കേൾക്കുന്നതെങ്കിലോ? സാം, എന്നെ സാമിന് അറിയില്ല. എൻ്റെ PPE കിറ്റിനുള്ള ശബ്ദം മാത്രമേ അവന് പരിചയമുള്ളൂ. സാം അയാളൊരു ഒറ്റയാനായിരുന്നു. ഈ ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റായ പേഷ്യൻസിൽ എനിക്ക് ഒരൊറ്റ കോൾ പോലും വരാത്തത് ഈ മനുഷ്യനെ ചോദിച്ചാണ്. ജീവിതത്തിൽ ഐസൊലേഷൻ തീർത്തവൻ. ഐസൊലേഷൻ സാമിൻ്റെ ലൈഫ് വല്ലാതെ മാറ്റിയ പോലെ എനിക്ക് തോന്നുന്നു. അയാൾ വന്നതിലും സന്തോഷവാനായ പോലെ. ദിസ് ഡിസീസ് ഈസ് എ മിസ്റ്ററി. ഫുൾ സ്റ്റേബിളാണെന്ന് തോന്നിക്കുന്ന ഒരാളെ വിത്തിൻ അവേഴ്സ് വെന്റിലേറ്റർ വരെ എത്തിക്കാം. പക്ഷേ ജീവിക്കാനുള്ള ആഗ്രഹം ചിലരെ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരും. അതായിരുന്നു ഹരീഷ്. അയാൾക്കിത് 2ാം ജന്മമായിരുന്നു. മകളോട് വിമാനം വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഐസൊലേഷൻ വാർഡിൽ വന്നവൻ. ആ വിമാനം പക്ഷെ അയാളുടെ ജീവിക്കാനുള്ള കൊതി മാത്രമായിരുന്നു. അയാൾക്ക് അത് മകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതെനിക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, ഐസൊലേഷനുള്ള ഒന്നും കൊണ്ടുപോകാൻ അവർക്കാവില്ല. ദേ ആർ ഓൾ ഇൻഫെക്റ്റഡ് ആൻഡ് ദാറ്റ് ഈസ് എ റൂൾ ഓഫ് ഐസൊലേഷൻ വാർഡ്. ഇതോടൊപ്പം ഐസൊലേഷനിലെ ബന്ധങ്ങളും ഇവിടെ നശിക്കുമോ എന്ന് എനിക്കറിയില്ല. ദേ ആർ സ്ട്രേഞ്ചേഴ്സ് നൗ. അവരുടെ ശബ്ദങ്ങൾ തമ്മിൽ വലിയ കൂട്ടായിരുന്നു. പക്ഷേ അവർക്ക് പരസ്പരം മുഖങ്ങൾ മനസ്സിലാവില്ല. അല്ലെങ്കിലും ഐസൊലേഷൻ റൂമുകളിൽ മുഖങ്ങളില്ലല്ലോ, ശബ്ദങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളിങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ആരും മനസ്സിലാവില്ല. എല്ലാവരും ഒരേ മാതിരിയാണ്. ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ സാം. ഐസൊലേഷനിൽ 110 റൂമിലായിരുന്നു. ഇപ്പോൾ ഹോം ക്വാറന്റൈനിൽ സുഖമായിട്ടിരിക്കുന്നു. ഡോക്ടർ ഇപ്പോഴും കോവിഡ് ഡ്യൂട്ടി തന്നെയാണോ? ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സമ്മാനം കൂടെ വയ്ക്കുന്നുണ്ടേ. ഈ രൂപങ്ങൾ PPE കിറ്റിനുള്ളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ മനസ്സിൽ ഇവരുടെ മുഖങ്ങൾ ഇങ്ങനെയാണ്. സാറേ, ഞാൻ നാളെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ ഒരു മോക്കൊരു വിമാനം ഉണ്ടാക്കേണ്ടത് പറഞ്ഞ കാര്യം. വൈറസ് എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ രോഗം അങ്ങനെയല്ല. അത് തീരുമാനിക്കുന്നത് ആ നാടിൻ്റെ പ്രതിരോധമാണ്, ആ
ആരോഗ്യ സംവിധാനങ്ങളാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് തോൽക്കാനാവില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാവും. ശാസ്ത്രം കോവിഡിനെയും തോൽപ്പിക്കും. ഈ കാലവും കടന്നുപോകും.